ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം ഇന്നിപ്പോ ഉണ്ണിക്ക് സർപ്രൈസ് കൊടുക്കാൻ റെഡി ആയിട്ട് വന്ന് നിൽക്കാണ്. ഇപ്പൊ ആ ഒരു ഫീൽ എന്താ? അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? പക്ഷെ ഇനിയിപ്പം പബ്ലിക്കലി വരുന്ന ഇന്റർവ്യൂ ആയതുകൊണ്ട് ചിലപ്പോ പുള്ളിക്കാരൻ കുറച്ച് ചോദിക്കുമായിരിക്കും. പ്രതീക്ഷിക്കരുത്, പ്രതീക്ഷിച്ച പ്രതീക്ഷ പലതും പ്രതീക്ഷയല്ലാതാവും. അയ്യന്റെ മോനെ താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറിച്ച് എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ഇതിന് വേണ്ടിട്ട് നിന്നതാണ്. ഇത് കഴിഞ്ഞ് ഞാൻ പോവാണ്. പിന്നെ വിളിക്കല്ലേ, ഞാൻ ഈ കല്യാണം ഉറപ്പിച്ചോട്ടെ. ഇവർക്ക് ഉണ്ണിച്ചേട്ടൻ എക്സൈറ്റഡ് ആക്കണല്ലോ. ഞാൻ പറഞ്ഞ് എക്സൈറ്റഡ് നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് സിനിമയിലൊന്നും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല. 12th മാനിൽ മാത്രമല്ല, അതും നിങ്ങൾ പെയറായിട്ടൊന്നും അല്ല വന്നിരിക്കണേ. പക്ഷെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാല് ഉണ്ണിക്ക് നാട്ടുകാരാണ് തീരുമാനിക്കുന്നത് ഉണ്ണിക്ക് പറ്റിയ ഗേളാണ് അനു. വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അല്ല, അപ്പൊ ഉണ്ണി ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇവരെ ഉണ്ണിയുടെ പേരിനോട് ചേർന്ന് വരുന്ന ഗേൾസ് എല്ലാം കല്യാണം കഴിച്ചു പോന്നു. അപ്പൊ ഉണ്ണിക്കും കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹം തോന്നില്ല? എന്റെ ഇങ്ങനെ പേര് വന്നോണ്ടിരിക്കും ആരെങ്കിലും പെണ്ണ് തരുമോ? തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. അപ്പൊ ഇങ്ങനത്തെ ന്യൂസ് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് എന്താ ചിരിയാണോ വരണേ? ചിരി വരും, പക്ഷെ എനിക്ക് നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. കൊറേയായി കെട്ടിപ്പോയില്ലല്ലോ ഇതുവരെ. ടൈമിലേക്ക് ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കുകയാണ്. പൊതുവെ എല്ലാ ഹീറോയിൻസ് കല്യാണം കഴിക്കുന്ന തൊട്ട് മുന്നേ കഴിക്കില്ല എന്ന് പറയുന്നത് കണ്ടിട്ടില്ലേ? എല്ലാരും കൂടെ ശവത്തി കുത്താടാ. ഞാൻ അത്രക്കാരൻ ടക്കേന്ന് കല്യാണം. അയ്യോ, ഫ്രണ്ട്സ് ഒന്നും പറയണ്ട. ഇപ്പൊ പിന്നെ അതും പറയും. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. സന തോന്നിയായിരിക്കും. അപ്പൊ ഉണ്ണി ജോലിക്ക് വിടുവോ വൈഫിനെ? പോണം. എന്തിനു വിടോന്നല്ല, എനിക്ക് സിനിമ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ജീവിക്കണം. ജോലിക്ക് വിടോന്നോ? പോണം, പോയേ പറ്റൂ. എങ്ങനെ അല്ല, അനുവായാലും ഞാൻ വെറുതെ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല. ഞാൻ ഒരിക്കലും എന്റെ നാട് വിട്ടിട്ട് ഇനി എന്തെങ്കിലും കിട്ടിയാലും ഒറ്റപ്പാലം വരെ വേണമെങ്കിൽ കെട്ടില്ല എന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു നമ്മളിവിടെ ഒരു നോ ബോർഡ് പിടിച്ചോണ്ടിരിക്കും. ഞാൻ ഒറ്റപ്പാലത്ത് 4 കിലോമീറ്റർ അപ്പുറത്താ. ഞാൻ വേണമെങ്കിൽ വരെ ബ്രിഡ്ജ് പണിയും. നോ എൻട്രി. ഒരു ദിവസേ എന്റെ ഒരു ഓഫീസ് അവിടെ ഉണ്ട്, അതിന്റെ അടുത്ത് തന്നെ വീട് പണിയുന്നത്. അപ്പൊ നോക്കുമ്പോ ഒരു വീഡിയോ, അപ്പൊ ഞാൻ ഏത് വീഡിയോ ആരോ സൂം ചെയ്ത് ഇങ്ങനെ ക്യാമറ ഇട്ടോണ്ടിരിക്കുക. അപ്പൊ എനിക്ക് എന്റെ ഫ്ലാറ്റിൽ നിങ്ങളുടെ വീട് കാണാൻ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിങ്ങൾ അവിടെ റോഡിൽ നിന്ന് എന്ത് കാണിച്ചാലും എനിക്കറിയാം. ഇനിയിപ്പോ ഉണ്ണിച്ചേട്ടന്റെ വീടിന്റെ പണി വീട് പണി തുടങ്ങുകയും ചെയ്തു, മാറ്റാനും പറ്റൂല. എന്തിനാടാ കൊന്നിട്ട് അടുത്തിന് വെച്ചിട്ട് അവിടുത്തെ അച്ഛനെ ഞാൻ കണ്ടപ്പോ അച്ഛന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഉണ്ണിച്ചേട്ടൻ അച്ഛൻ്റെ അടുത്ത്, ഉണ്ണിച്ചേട്ടന്റെ വീടിന്റെ തൊട്ടിപ്പുറത്ത് ഞാൻ ഉണ്ട്, എന്തുണ്ടെങ്കിലും വിളിച്ചോ. ന്യൂസ് പറഞ്ഞു തരാം, എല്ലാ ന്യൂസും അവിടെ ആര് വരുന്നു, ആര് പോകുന്നു. ചുമ്മാ തന്റെ നാട് നന്നാവത്തത് കണ്ടാ? ഇതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യമായിട്ട്. എത്രയും പെട്ടെന്ന് ഇതില് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ.